പിണറായി വെണ്ടുട്ടായിൽ അക്രമികൾ അടിച്ചു തകർത്ത പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. എന്റെ ഒരു അസാന്നിധ്യം കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാതെ ഇരുന്നു പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് പ്രിയപ്പെട്ട കെപിസിസി പ്രസിഡന്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിത് വരില്ലായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ, ആശംസകൾ, നമസ്കാരം. ഇന്ന് പുലർച്ചെയായിരുന്നു ഒരു സംഘം അക്രമികൾ ഓഫീസ് അടിച്ചു തകർത്തത്. അക്രമത്തിൽ പുത്തൻ ഓഫീസിന്റെ മുൻവശത്തെ 6 ജനൽ ചില്ലുകൾ തകർന്നു. വാതിൽ പെട്രോൾ ഒഴിച്ച് തീവെച്ച് നശിപ്പിച്ചു. CCTV ക്യാമറയും തകർത്തു. ഉദ്ഘാടകന്റെ പേര് പതിച്ച ശിലാഫലകം തകർത്ത് ഓഫീസിന് മുൻവശത്തെ കനാലിൽ എറിഞ്ഞു. ഓഫീസിനകത്തെ പരവതാനിയും അഗ്നിക്കിരയാക്കി. അക്രമി സംഘത്തിന്റെ തേർവാഴ്ച നടന്നിട്ടും ഉദ്ഘാടനം മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനത്തെ ഒറ്റക്കെട്ടായി ജില്ലാ നേതൃത്വം പിന്തുണച്ചു. KPCC പ്രസിഡന്റിനൊപ്പം നേതാക്കളുടെ ഒരു പട തന്നെയാണ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് എത്തിയത്. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ ഈ മണ്ഡലത്തിൽ, പിണറായി മണ്ഡലത്തിൽ 21 കോൺഗ്രസ് ഓഫീസുകളുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു മണ്ഡലത്തിലും ഇത്രയധികം ഓഫീസുകളില്ല കോൺഗ്രസിന്. ആ 21 കോൺഗ്രസ് ഓഫീസിൽ ഇത് 21ാമത്തേതാണ്. ഇനിയും 2 വരാൻ പോകുന്നുണ്ട്. പിണറായി വിജയ, ഞങ്ങളുടെ കോൺഗ്രസ് ഓഫീസ് തകർത്താൽ നമ്മുടെ ഈ പ്രസ്ഥാനം പിണറായിയിൽ ഒലിച്ചു പോകും എന്നാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായ മണ്ണാണിത്. കഴിഞ്ഞ ഡിസംബർ 6 പിണറായിയിലെ ആയത്താൻ കുഞ്ഞിക്കണ്ണൻ എന്ന രക്തസാക്ഷി ആ ദിനം നമ്മൾ കൊണ്ടാടിയത്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഈ നിയോജക മണ്ഡലത്തിൽ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട്. ആരുമില്ലാത്ത നേരത്ത് DCC പ്രസിഡന്റൊക്കെ വന്നുപോയി, നേതാക്കന്മാരൊക്കെ വന്നുപോയ സമയത്ത് CPMന്റെ ഒരു സന്ദർശനം. എന്നിട്ട് പറയുന്നു ചില സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന്റെ പിന്നിലെന്ന്. ആ സാമൂഹ്യ വിരുദ്ധരെ ഞങ്ങൾ കാട്ടിത്തരാണോ? നിന്റെ വിധേയന്റെ പോലീസിനോട്, പിണറായി CIയോട് ഈ CCTV ദൃശ്യം ഒന്ന് ഞങ്ങൾക്ക് തരാൻ പറയാം. അത്ര ധൈര്യമുണ്ടെങ്കിൽ, ആ പൊളിച്ചവനെ തള്ളി പറയാനുള്ള ആർജവത്വമുണ്ടെങ്കിൽ ആ CCTV ദൃശ്യത്തിനകത്ത് ഇത് പൊളിക്കാൻ വന്നവരെ കൃത്യമായ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഈ സമയം വരെ ഇവിടെ 24 മണിക്കൂറുകൾ അടുക്കുന്നതാണ്. ഈ സമയം വരെ ആ ദൃശ്യം ഒന്ന് പുറത്തുവിടാനോ, ചോദിച്ച ഞങ്ങൾക്ക് CCTV പൈസ ഉപയോഗിച്ച് വെച്ച ഞങ്ങൾക്കൊന്ന് കൈമാറാനോ, അതിനകത്തെ ദൃശ്യങ്ങൾ എന്താണ് എന്നൊരു വിവരം പറയാനോ പരാതിക്കാരനായ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ സമയം വരെ പിണറായി പോലീസ് തയ്യാറായിട്ടില്ല. ആരെയാ സംരക്ഷിക്കുന്നത്? CPMന് പങ്കില്ലെങ്കിൽ, അത്ര തന്റെ നെഞ്ചിൽ പറ്റി പറയാനുണ്ടെങ്കിൽ ഇത് പൊളിച്ചവന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ അവന്റെ വീട്ടിൽ കയറി അടിക്കാനുള്ള കളി ഇവിടുത്തെ കോൺഗ്രസിന് കാണിച്ചു തരാം. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? CI ഇവിടെ ഉണ്ടല്ലോ, SI ഇവിടെ ഉണ്ടല്ലോ, ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടല്ലോ. നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൃശ്യത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ആശുപത്രി കാണിക്കാൻ പിണറായിയുടെ പോലീസ് തയ്യാറാകണം. ഓഫീസ് അക്രമത്തിന് പിന്നിൽ CPM ആണെന്നും സ്വന്തം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയണമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പിണറായി 6ാം വാർഡിൽ, പഞ്ചായത്തിലെ 6ാം വാർഡിൽ കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് KPCC പ്രസിഡന്റ് ഇന്ന് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്ത ഓഫീസാണ് CPMന്റെ ക്രിമിനലുകൾ അടിച്ച് തകർത്ത് നാമാവശേഷമാക്കി. അതിനകത്ത് ഇപ്പോഴും ഇന്ന് രാവിലെ ഞാൻ ചെല്ലുമ്പോൾ 10 മണിക്ക് അവിടെ അതിൻ്റെ വാതിൽ പുകഞ്ഞുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളും ഡീസലും ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മറ്റ് മാരകായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. CCTV ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. അതിൻ്റെ ഉള്ളിലുള്ള ബാനറും കൊടിയും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. അതൊക്കെ കത്തി നശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ കൊണ്ടുവച്ച
പിന്നെ ഉദ്ഘാടന പരിപാടികൾ കൊണ്ടുവച്ചിരിക്കുന്ന മറ്റ് മൈക്ക് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വാടക ഐറ്റംസ് ഒക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓഫീസിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്ന അന്ന് മുതൽ CPM ഇതിനെതിരെയുള്ള ഓരോരോ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് CPMനാണ്. ആ പഞ്ചായത്തിൽ ഈ ബിൽഡിംഗ് എടുക്കുന്നതിനെതിരായിട്ടുള്ള ഒരുപാട് കടലാസ് പേപ്പർ വർക്കുകൾ ചെയ്തു. അതിനെയൊക്കെ തന്നെ കൃത്യമായ രേഖകൾ സഹിതം അത്തരം ഹാജരാക്കി എല്ലാ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് തുടങ്ങിയതും അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ അവസാന സമയത്ത് അതിൽ ജനലിന് ഗ്ലാസ് വെക്കുന്ന സമയത്ത് CPMൻ്റെ ക്രിമിനൽസ് അതിൽ പോയപ്പോൾ അവർ പരിഹാസ രൂപേണ പറഞ്ഞൊരു വാക്കുണ്ട്, ചില്ലൊക്കെ വെക്കുമ്പോൾ മോശം ചില്ലുകൾ വെച്ചാൽ മതി, ഇത് ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണ് എന്ന് അവർ. അപ്പോൾ അത് അവർ നേരത്തെ തന്നെ ഇത് അവർ കാലേക്കൂട്ടി കണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം നടക്കുമ്പോൾ പിണറായിയിലെ 21ഓളം ഓഫീസുകളുണ്ട് പഞ്ചായത്തിൽ. അതിനകത്ത് ഒരു 6-7 ഓഫീസുകൾ ആ ഒരു സമയത്ത് ആക്രമിക്കപ്പെടും, എപ്പോഴും തകർക്കപ്പെടും. അക്രമത്തിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടനത്തിന് മുൻപായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് ഓഫീസ് തകർത്ത സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.